ഹലോ, ഇന്ന് നമുക്ക് വഴക്ക് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. നായകനായ സിദ്ധാർത്ഥ് ഡിവോഴ്സ് ആകാൻ നിൽക്കുകയാണ്. കാരണം സിദ്ധാർത്ഥിന് ഭാര്യയെ കൂടാതെയുള്ള മറ്റ് ബന്ധങ്ങൾ. ആ പ്രശ്നത്തിന്റെ ടെൻഷനിൽ കാടിനുള്ളിലെ വിജനമായ റോഡിലൂടെ സിദ്ധാർത്ഥ് പോകുമ്പോൾ ഒരു സ്ത്രീയെയും കുട്ടിയെയും കാണുന്നു. ആരാണ് ആ സ്ത്രീ? അവരുമായി പിന്നീട് സിദ്ധാർത്ഥിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനായ സിദ്ധാർത്ഥ് കാടിനുള്ളിലെ വിജനമായ വഴിയിൽ കൂടി വണ്ടി ഓടിച്ചു പോവുകയാണ്. സിദ്ധാർത്ഥിനൊരു കോൾ വരും. ഭാര്യ വിളിച്ചതാണ്. സിദ്ധാർത്ഥും ഭാര്യയും ഡിവോഴ്സിന് ശ്രമിക്കുകയാണ്. കാരണം സിദ്ധാർത്ഥിന് ഭാര്യയെ കൂടാതെ മറ്റ് ബന്ധങ്ങളൊക്കെയുണ്ട്. അത് ഭാര്യ അറിഞ്ഞു. സിദ്ധാർത്ഥിനും ഭാര്യയ്ക്കും ഒരു മകളുണ്ട്. പേര് താര. കുഞ്ഞിന്റെ കാര്യത്തെപ്പറ്റിയും ഡിവോഴ്സിനെ പറ്റിയും ഒക്കെ സംസാരിക്കുകയാണ്. സിദ്ധാർത്ഥിന് വല്ലാത്ത ടെൻഷനുണ്ട്. കാര്യം ഭാര്യയാണെങ്കിലോ ഡിവോഴ്സുമായി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. സിദ്ധാർത്ഥ് കുറച്ചു സമയം കൂടി തനിക്ക് വേണമെന്ന് ഭാര്യയോട് ആവശ്യപ്പെടും. ഈ സിദ്ധാർത്ഥ് ഒരു വക്കീലാണ്. അതേസമയം തന്നെ അവിടെ താമസിക്കുന്ന സതി എന്നൊരു സ്ത്രീയും അവരുടെ മകളും വഴിയിലൂടെ നടന്നു പോവുകയാണ്. കുറച്ചു ദൂരം നടക്കുമ്പോഴേക്കും സതി കുഴഞ്ഞു വീഴും. വീണ്ടും എഴുന്നേറ്റ് നടക്കും. വീണ്ടും കുഴഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. അത് സിദ്ധാർത്ഥ് കണ്ടുകൊണ്ടുവരും. സിദ്ധാർത്ഥ് ഓടി സതിക്കടുത്തെത്തിയിട്ട് എന്ത് പറ്റി, സുഖമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് സതി പറയും. എങ്കിൽ എവിടെ പോകാനാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവിടാം എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോഴോ വേണ്ട എന്ന് പറഞ്ഞ് സതി വീണ്ടും നടന്നു. വീണ്ടും സതി തളർന്നു വീഴും. ഞാൻ പറഞ്ഞത് കേൾക്ക്, ഞാൻ ആക്കിത്തരാമെന്ന് പറഞ്ഞ് അവരെ കാറിൽ കയറ്റി കൊണ്ടുപോകും. പോകും വഴിയിൽ കുഞ്ഞിനോട് ഓരോന്ന് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ കുട്ടി ഒന്നും മിണ്ടില്ല. അവൾ ആരോടും സംസാരിക്കില്ല എന്ന് സതി പറയും. അങ്ങനെ സിദ്ധാർത്ഥ് സതിയോട് ഓരോ കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ അതിനൊന്നും സതി മറുപടി കൊടുക്കാതെ മിണ്ടാതിരിക്കും. അതേസമയം തന്നെ ഒരു ബൈക്ക് അവരുടെ കാറിനെ ബ്ലോക്ക് ചെയ്തു. ആ ബൈക്കിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നിട്ട് സതിയോട് കാറിൽ നിന്നിറങ്ങാനായി പറയും. അത് കാണുന്ന സിദ്ധാർത്ഥ് നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇവളുടെ ഭർത്താവാണ് എന്നയാൾ പറയും. സിദ്ധാർത്ഥ് ഒന്നും മിണ്ടില്ല. അങ്ങനെ സതി ഒന്നും മിണ്ടാതെ ബൈക്കിൽ കയറി പോകുന്നു. അവർ പോയി കഴിഞ്ഞതും അവരുടെ കയ്യിൽ നിന്നും ഒരു ബാഗ് വീഴുന്നു. അതിലെന്തെന്ന് സിദ്ധാർത്ഥ് പോയി നോക്കിയപ്പോൾ സർട്ടിഫിക്കറ്റുകളൊക്കെയായിരുന്നു. നടന്ന കാര്യമെല്ലാം സിദ്ധാർത്ഥ് കൂട്ടുകാരനോട് വിളിച്ചു പറയും. അവരെ കൂട്ടിക്കൊണ്ടുപോയത് അവരുടെ ഭർത്താവല്ലേ, നീ ഇനി അവിടെ നിൽക്കണ്ട, ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാ അതൊക്കെ, തിരികെ വരുവാനായും പറഞ്ഞു. പോകും വഴിയിൽ സിദ്ധാർത്ഥാണെങ്കിലോ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യും. പക്ഷെ ആരും എടുക്കുന്നതേയില്ല. കുറച്ചു കഴിഞ്ഞ് മറ്റൊരാൾ സിദ്ധാർത്ഥിനെ വിളിച്ചിട്ട് നേരത്തെ നീ ഒരു നമ്പർ വിളിച്ചല്ലോ, ആ നമ്പർ നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയും വിരട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ പേടിച്ച സിദ്ധാർത്ഥ് കോള് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഫ്രണ്ടിനെ വിളിച്ച് കാര്യം പറയും. നീ ഉടനെ തന്നെ തിരികെ വരുവാനായി ഫ്രണ്ട് പറയുമ്പോൾ പറ്റില്ല, നേരത്തെ വണ്ടിയിൽ കയറിയ ആ സ്ത്രീയുടെ ബാഗ് കൊടുക്കണം, അതിലെന്തൊക്കെയോ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളൊക്കെയുണ്ട് എന്ന് പറയുന്നു. വീണ്ടും മുന്നോട്ട് പോകുന്ന വഴിയിൽ സതിയെ കൂട്ടിക്കൊണ്ടു പോയ ബൈക്ക് വഴിയിൽ കിടക്കുന്നത് സിദ്ധാർത്ഥ് കാണുന്നു. എന്തെന്ന് നോക്കാൻ ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ അടുത്തായി സതിയുടെ വീടായിരുന്നു. സതിയെ ഭർത്താവ് ഒരുപാട് ദ്രോഹിക്കുകയാണ്. അപ്പോൾ സതി പറയുന്നുണ്ട്, നിങ്ങളെ കല്യാണം കഴിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അന്നേ എൻ്റെ വീട്ടുകാർ പറഞ്ഞു നിങ്ങളെ കല്യാണം കഴിക്കരുതെന്ന്. അത് കേൾക്കാത്തത് കൊണ്ടാ ഞാൻ ഈ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരയും. അതെല്ലാം കണ്ടുകൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് മകൾ. ആ പ്രശ്നമെല്ലാം കേട്ട് സിദ്ധാർത്ഥ് അവിടേക്ക് ഇറങ്ങി വന്നു. കാരണം സതി മരിക്കുവാനൊക്കെ ശ്രമിക്കുകയാണ്. എന്താ പ്രശ്നം? ഞാനൊരു വക്കീലാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്ന് പറയുമ്പോഴോ ഒന്നും വേണ്ട, താൻ ഇവിടെ നിന്ന് പോകുവാനായും സതിയുടെ ഭർത്താവ് പറയും. സാർ ഇവിടെ നിന്ന് പൊക്കിയോ എന്ന് സതിയും പറയുകയാണ്. ഞാനിത് തരാൻ വന്നതാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് അടങ്ങിയ ആ ഒരു ബാഗ് സതിക്ക് നൽകിയിട്ട് സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോകും. കൂട്ടുകാരനെ വിളിച്ച് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കവേ തന്നെ ഒരു ശബ്ദം സതിയുടെ വീട്ടിൽ നിന്നും സിദ്ധാർത്ഥ് കേൾക്കുന്നു. സിദ്ധാർത്ഥ് നോക്കുമ്പോൾ കാണുന്നത് ഭർത്താവിനെയും മകളെയും വീട്ടിലിട്ട് പൂട്ടി വീടിന് പുറത്തു വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന സതിയെയാണ് കാണുന്നത്. സിദ്ധാർത്ഥ് ഓടി വന്ന് സതിയെ രക്ഷിച്ചു. ഭർത്താവാണെങ്കിലോ ഡോർ തുറക്കാൻ പ്രശ്നമുണ്ടാക്കുമ്പോൾ സിദ്ധാർത്ഥ് ഡോറും തുറന്നു കൊടുക്കുന്നു. പുറത്തു വന്ന ഭർത്താവ് ഒരുപാട് കരയും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും തുറന്നു പറ, നമുക്ക് പരിഹാരം കാണാമെന്ന് സിദ്ധാർത്ഥ് അപ്പോഴും പറയുമ്പോൾ ഒന്നും വേണ്ട, ഇവിടെ നിന്ന് പോയി തരാമോ എന്നായിരുന്നു ഭർത്താവിന്റെ മറുപടി. സിദ്ധാർത്ഥ് അവിടെ നിന്നും പോകും. അതേസമയം സിദ്ധാർത്ഥിന്റെ കാറിനടുത്ത് മറ്റൊരു കാറിൽ കുറച്ചു പേർ വരും. അവർക്കൊരു നേതാവുമുണ്ട്. സിദ്ധാർത്ഥിന്റെ കാറ് തുറക്കുവാനായി നോക്കും, പക്ഷേ ലോക്കായിരുന്നു. ഗ്ലാസ് പൊട്ടിക്കാൻ നോക്കുമ്പോൾ അവിടേക്ക് സിദ്ധാർത്ഥ് കയറി വരും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ അവർ സിദ്ധാർത്ഥിനെ തല്ലി.
അവനെ പിടികൂടിയിട്ട് നിനക്ക് എവിടെ നിന്നാ ആ നമ്പർ കിട്ടിയത് എന്ന് നേതാവ് ചോദിക്കുന്നു. കാറിൽ വെച്ച് നമ്പർ കിട്ടിയത് എങ്ങനെ എന്ന് ചോദിച്ച് ഒരാൾ വിളിച്ചത് ഈ നേതാവായിരുന്നു എന്ന കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായി. സിദ്ധാർത്ഥ് തുറന്നു പറയാത്തതിനാൽ അവനെ ഒരുപാട് ഉപദ്രവിക്കും. 2 കാലിലും 2 കയറ് കെട്ടി, ഒന്ന് നേതാവിന്റെ കാറിലും മറ്റൊന്ന് സിദ്ധാർത്ഥിന്റെ കാറിലും കെട്ടി. എന്നിട്ട് കെട്ടി വലിക്കുകയാണ്. വേദന സഹിക്കാനാകാതെ സിദ്ധാർത്ഥ് സത്യം പറയും. സതിയുടെ ബാഗിൽ നിന്നും കിട്ടിയതാണ് ആ നമ്പർ. അതിലുണ്ടായിരുന്നതാണ്, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. അങ്ങനെയാണ് ഞാൻ വിളിച്ചതെന്നും സിദ്ധാർത്ഥ് പറയുമ്പോൾ നേതാവിന് സതിയെ കാണണമെന്ന് പറയും. സിദ്ധാർത്ഥ് അവിടേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ സതിയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിരുന്ന സമയമായിരുന്നു. സിദ്ധാർത്ഥാണെങ്കിലോ ഇവരുടെ ബാഗിൽ നിന്ന് എനിക്ക് ആ നമ്പർ കിട്ടിയതെന്ന് നേതാവിനോട് പറയും. അതേസമയം തന്നെ ഭർത്താവ് അവിടെ എത്തിയിട്ട് ആരാടി ഇവന്മാരൊക്കെ എന്ന് സതിയോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാനൊരു നമ്പരും വെച്ചില്ല എന്ന് സതി പറയും. അപ്പോൾ സിദ്ധാർത്ഥ് ആ ബാഗ് കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കുമ്പോഴോ എനിക്കറിയില്ല, ഇയാൾ ചിലപ്പോൾ ആ നമ്പർ അതിൽ വെച്ചതാകുമെന്ന് പറഞ്ഞ് ഒരുപാട് കരയും. അത് കേട്ട നേതാവിന്റെ ഗുണ്ടകളാണെങ്കിലോ സിദ്ധാർത്ഥിനെ പിടിച്ചു കെട്ടി. സതിയുടെ മകളെ പിടിച്ചു വെച്ചിട്ട് സത്യം പറഞ്ഞില്ല എങ്കിൽ നിന്റെ മകളെ ഉപദ്രവിക്കുമെന്ന് പറയുമ്പോൾ പേടിച്ച് വിറച്ച സതിയാണെങ്കിലോ സത്യം തുറന്നു പറയുവാനായി തുടങ്ങുന്നു. സതിക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടായിരുന്നു. അയാൾ ഇടയ്ക്കിടെ അവളെ കാണാൻ വരുമായിരുന്നു. അയാൾ തന്നതാണ് ഈ നമ്പരെന്ന് പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന ഭർത്താവ് അവളെ ഒരുപാട് തല്ലും. അത് കണ്ട നേതാവാണെങ്കിലോ സതിയെ വെടിവെച്ച് കൊല്ലുന്നു. ഭർത്താവാണെങ്കിലോ നേതാവിനെ തല്ലാനായി വരുമ്പോൾ ഭർത്താവിനെയും നേതാവ് വെടിവെച്ചു കൊന്നു. അടുത്തത് താനാകുമെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായ ഉടനെ തന്നെ സിദ്ധാർത്ഥ് അവരെയൊക്കെ അടിച്ചിട്ടിട്ട് സതിയുടെ മകളെയും കൊണ്ട് രക്ഷപ്പെട്ടു പോകും. കാടിനുള്ളിലൂടെ പോകുമ്പോൾ നിങ്ങൾ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചതെന്ന് കുട്ടി സിദ്ധാർത്ഥിനോട് പറയും. മോളെ, ഞാൻ ഒന്നും ചെയ്തില്ല, എനിക്കൊരു കാര്യവും അറിയില്ലായിരുന്നു എന്ന് സിദ്ധാർത്ഥ് പറയും. ആരോടും മിണ്ടില്ലെന്ന് പറഞ്ഞ കുട്ടി മിണ്ടിയതിൽ ഷോക്കായി നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. മോളുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ താര എന്നവൾ മറുപടി പറയും. സിദ്ധാർത്ഥിന്റെ മകളുടെ പേരും താര എന്നാണല്ലോ. അവന് സ്വന്തം മകളെ ഓർമ്മ വന്ന് ആ കുട്ടിക്ക് ഉമ്മ കൊടുക്കാൻ പോകുമ്പോൾ എന്നെ നിങ്ങൾ തുടരുത് എന്ന് പറഞ്ഞ് ആ കുട്ടി അവനെ തള്ളിമാറ്റി കാടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നു. താരേ, മോളെ എന്ന് വിളിച്ച് സിദ്ധാർത്ഥ് പിന്നാലെ പോവുകയാണ്. സതിയുടെ ജീവിതത്തിലൂടെ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളും തെറ്റുമെല്ലാം സിദ്ധാർത്ഥിന് മനസ്സിലായി. ആരാണ് ആ ഗുണ്ടകളെന്നും നേതാവെന്നും സിനിമയിൽ കാണിക്കുന്നതേയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.